already familiar with a lot of writings that deal with the sufferings of women in patriarchal society. പാട്രിയാർക്കൽ സൊസൈറ്റി, പുരുഷാധിപത്യമുള്ള സമൂഹത്തിൽ സ്ത്രീയുടെ ദയനീയാവസ്ഥ വിവരിക്കുന്ന ധാരാളം കൃതികൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. Such a story is described here in Evaline by James Joyce. Evaline, it's a short story written by James Joyce. James Joyce, we have already familiar with James Joyce. He is a famous writer. He is an Irish writer, and it is he who popularized the technique stream of consciousness in fiction. ഫിക്ഷനിൽ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന ആ ഒരു ടെക്നിക്ക്, സ്ട്രീം ഓഫ് കോൺഷ്യസ് മീൻസ് ഇറ്റ് ഈസ് ദ മിക്സിംഗ് ഓഫ് പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ദാറ്റ് മീൻസ് നമ്മളുടെ മനസ്സിൻ്റെ ചിന്തകൾ പോലെ ആ ഒരു റിയാലിറ്റിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്ന ഒരു ടെക്നിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, ആൻഡ് ഇറ്റ് വാസ് ജെയിംസ് ജോയ്സ് ഹു പോപ്പുലറൈസ്ഡ് ദിസ് ടെക്നിക് ഇൻ ഫിക്ഷൻ. ഹിയർ നമ്മൾ പറഞ്ഞു ഹി ഈസ് ആൻ ഐറിഷ് റൈറ്റർ and he wrote a lot of books. Trait of an artist as a young man, Ulysses and Evaline. Here, Evaline is the short story, and it is based on this life story of the girl Evaline. Evaline is a 19-year-old girl. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് എവലിൻ. അവളുടെ ജീവിതം അല്ലെങ്കിൽ അവളുടെ ആ ഒരു ജീവിതത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി. ഹിയർ ദിസ് സ്റ്റോറി can be compared to the sufferings of Ireland under the rule of England or under the dominance of England. ഈ എവലിൻ എന്ന പെൺകുട്ടി she has to suffer a lot of cruelties under her father. അവളുടെ അച്ഛനിൽ നിന്നും അവൾക്ക് ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ക്രൂരതകളെ നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ അധീനതയിൽ അയർലൻഡ് അനുഭവിക്കുന്ന ആ ഒരു ക്രൂരതകളോട് നമുക്ക് സാമ്യം ചെയ്യാൻ കഴിയും. ആൻഡ് ഹിയർ വി ക്യാൻ സീ എ ലോട്ട് ഓഫ് തീംസ് ഇൻക്ലൂഡിങ് patriarchal society or the domination of male characters, then sufferings of women in a society, then fear of life. When the story opens, Evaline is near the window and she is dreaming of her life. ജനാലയുടെ അടുത്താണ്, അവളുടെ റൂമിൻ്റെ ജനാലയുടെ അടുത്താണ് എവലിൻ നിൽക്കുന്നത്. അങ്ങനെ അവൾ സ്വപ്നം കാണുകയാണ്, തൻ്റെ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നു. ആൻഡ് അറ്റ് ദിസ് ടൈം ഷീ ക്യാൻ സീ എ ലോട്ട് ഓഫ് പീപ്പിൾ മൂവിങ് ത്രൂ ദ സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിലൂടെ ഒരുപാട് ആളുകൾ പോകുന്നതും വരുന്നതും ഒക്കെ അവൾ കാണുന്നു. ആൻഡ് ഷീ സീസ് എ ചൈൽഡ് ഇൻ ദാറ്റ് സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിലൂടെ ഒരു കുട്ടി പോകുന്നത് അവൾ കാണുന്നു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഷീ റിമെമ്പേഴ്സ് ഹെർ ചൈൽഡ്ഹുഡ്. ആ കുട്ടിയെ കാണുന്ന സമയത്ത് അവൾ തൻ്റെ കുട്ടിക്കാലവും ഓർത്തു. ആ തൻ്റെ കുട്ടിക്കാലത്ത് they used to play in a ground. ഒരു ഫീൽഡാണ്, ഒരു വയലാണ്, വയൽപ്രദേശമാണ്. ആ ഒരു പ്രദേശത്ത് അവർ കുട്ടികളായിരുന്ന സമയത്ത് എല്ലാവരും കൂടി കളിക്കുന്ന ആ ഒരു കാലം അവൾ ഓർത്തു. ആൻഡ് ലേറ്റർ ദിസ് ഗ്രൗണ്ട് വാസ് ടേക്കൺ ഓർ ദിസ് ഗ്രൗണ്ട് വാസ് ഓൺഡ് ബൈ എ പേഴ്സൺ ആൻഡ് ഹി ബിൽഡ് എ ലോട്ട് ഓഫ് ബിൽഡിങ്സ് ദെയർ. പക്ഷെ പിന്നീട് കാലക്രമേണ ആ പ്രദേശം ഒരു വ്യക്തി വാങ്ങുകയും ആ വ്യക്തി അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് അവളുടെ അച്ഛനെ കുറിച്ച് ഓർക്കുന്നു. ഹി ഈസ് എ ഡ്രങ്കാർഡ്. അവളുടെ അമ്മയുടെ മരണത്തിന് ശേഷം അമ്മയും ഒരു ജ്യേഷ്ഠനും അവൾക്ക് നഷ്ടപ്പെട്ടു. അതായത് ഏണസ്റ്റ്, ഹിസ് നെയിം ഈസ് ഏണസ്റ്റ്, ആൻഡ് ഷീ ലോസ്റ്റ് ഹെർ മദർ ആൻഡ് എൽഡസ്റ്റ് ബ്രദർ ഏണസ്റ്റ്. അവളുടെ സഹോദരനാണ് ഏണസ്റ്റ്. അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സഹോദരനാണ് ഏണസ്റ്റ്. ആ ഏണസ്റ്റിനെയും അമ്മയെയും അവൾക്ക് നഷ്ടപ്പെട്ടു. ആൻഡ് നൗ ഷീ ഹാസ് ഹർ ഫാദർ ആൻഡ് എ ബ്രദർ നെയിംഡ് ഹാരി. അവൾക്ക് ഇപ്പോൾ അവളുടെ കൂടെയുള്ളത് അവളുടെ അച്ഛൻ, അതേപോലെ തന്നെ മറ്റൊരു സഹോദരനായ ഹാരി. ഇവർ രണ്ടുപേരുമാണ് അവരുടെ കൂടെയുള്ളത്. ആൻഡ് ഹർ ഫാദർ ഈസ് എ ഡ്രങ്കാർഡ് ആൻഡ് ഹി കെയർസ് നത്തിങ് അബൌട്ട് ദി ഫാമിലി. അവളുടെ അച്ഛനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു തികഞ്ഞ മദ്യപാനിയാണ്. ആൻഡ് ഹി കെയർസ് നത്തിങ് ഇൻ ദ ഫാമിലി. ആ കുടുംബത്തെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാത്ത മദ്യപാനിയായ ഒരു വ്യക്തിയാണ്. ആൻഡ് ഹർ ബ്രദർ ഈസ് വർക്കിംഗ്, ഹി ഈസ് എ സെയിൽസ്മാൻ ആൻഡ് ഹി ഈസ് വർക്കിംഗ് ആൻഡ് ഹി ഹാസ് ടു ട്രാവൽ ഇൻ ഡിസ്റ്റൻറ്റ് പ്ലേസസ്. അവളുടെ സഹോദരൻ ഹാരിക്ക് പല പല ദൂര പ്രദേശങ്ങളിലേക്ക് പോകേണ്ടത് കൊണ്ട് അദ്ദേഹത്തിന് അവളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. സോ ഷീ ഹാസ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്സ് ഇൻ ദ ഹൗസ് ഹോൾഡ് ആൻഡ് ഓൾസോ ഷീ ഹാസ് ടു ഫൈൻഡ് മണി ഫോർ ഹർ ഡെയിലി ലൈഫ്.
അവൾക്ക് ഈ കുടുംബം മുന്നോട്ട് പോകേണ്ടതിനുള്ള പണം കണ്ടെത്തണം, അതോടൊപ്പം തന്നെ വീട്ടിലെ പണിയും ചെയ്യണം. സോ ഷീ വർക്ക്സ് ഇൻ എ ഷോപ്പ് ആസ് എ സെയിൽസ് ഗേൾ ആൻഡ് ഓൾസോ ഷീ വർക്ക്സ് ആസ് അൻ ആയ, അല്ലെങ്കിൽ നാനി, ഒരു നാനിയായിട്ട്. നാനി മീൻസ് ആയ, കുട്ടികളെ നോക്കുന്ന ഒരു ജോലി. അതേപോലെ തന്നെ ഒരു ഷോപ്പിൽ അങ്ങനെയുള്ള പണികൾ, ചില്ലറ പണിയൊക്കെ ചെയ്ത് അവളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ആൻഡ് ഷീ ഈസ് ഇൻ ലവ് വിത്ത് എ സെയിലർ നെയ്മഡ് ഫ്രാങ്ക്. ഫ്രാങ്ക് എന്ന ഒരു സെയിലറാണ്, നാവികനാണ്, അദ്ദേഹവുമായിട്ട് അവൾ പ്രണയത്തിലാണ്. ആൻഡ് ഷീ ഡിസൈഡ്സ് ടു ലീഡ് എ ഹാപ്പി ലൈഫ് വിത്ത് ഫ്രാങ്ക്. ഫ്രാങ്ക് വളരെയധികം, ഫ്രാങ്കിനെ കുറിച്ച് പറയുന്നത് ഹീസ് എ ഗുഡ് മാൻ, ഹീസ് എ ഗുഡ് ജെന്റിൽമാൻ ആൻഡ് ഹീസ് കൈൻഡ് ഹാർട്ടഡ്. വളരെ നന്മയുള്ള, സ്നേഹം നിറഞ്ഞ ഒരു മനുഷ്യനാണ് ഫ്രാങ്ക്. ആൻഡ് ഹി വാണ്ട്സ് ടു ടേക്ക് എവലിൻ വിത്ത് ഹിം വെൻ ഹി ഗോസ് ബാക്ക്. അദ്ദേഹം തിരിച്ചു പോകുന്ന സമയത്ത് തന്നോടൊപ്പം എവലിനെയും കൂട്ടണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ വളരെ തീവ്രമായ പ്രണയത്തിലാണ് എവലിനും ഫ്രാങ്കും. ഈ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞു, ഇവളുടെ അച്ഛൻ, എവലിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഹി ഈസ് എ ഡ്രങ്കാർഡ് ആൻഡ് ഹി കെയർസ് നത്തിങ് ഇൻ ദ ഫാമിലി. അതോടൊപ്പം തന്നെ ഹി ഗിവ്സ് നോ മണി ടു എവലിൻ, ഒരു പൈസയും എവലിന് കൊടുക്കാറില്ല. ആൻഡ് ഓൾസോ ഷീ ഹാസ് ടു ഗിവ് ഹിം ദ മണി. അവൾ അധ്വാനിക്കുന്ന പൈസ പോലും അയാൾക്ക് കൊടുക്കേണ്ട ഒരു ഗതികേടാണ്. ആൻഡ് ഷീ സേസ് ദാറ്റ് ഇൻ മോസ്റ്റ് ഓഫ് ദി സാറ്റർഡേസ് ദർ വിൽ ബി ക്വാറൽ റിഗാർഡിംഗ് ദ മണി. അധികവും ശനിയാഴ്ചകളിൽ, ഈ ഒരു അതായത് വീക്കെൻഡുകളിൽ ഇങ്ങനെ ഒരു പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്വാറൽ നടക്കാറുണ്ട്. ആൻഡ് ഓൾസോ ഹി ടുക്ക് ഓൾ ദ മണി ദാറ്റ് ഹാരി സെൻസ് ടു ദ ഫാമിലി. ഹാരി കുടുംബത്തിന് അയക്കുന്ന, കുടുംബ ചെലവ് നടത്താൻ വേണ്ടിയിട്ട് ഹാരി കൊടുക്കുന്ന പൈസ പോലും അയാൾ സ്വന്തമായിട്ടെടുത്ത് ധൂർത്തടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുന്നത്. അങ്ങനെയുള്ള ഒരു കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതമാണ് എവലിൻ്റേത്. And at that time, she is in love with Frank, and Frank sees all her sufferings. അവളുടെ ഈ കഷ്ടപ്പാടുകളെല്ലാം കാണുന്നു. Her father knows of their relation. ഈ ഒരു സമയത്താണ് ഇവരുടെ ആ ഒരു ബന്ധത്തെക്കുറിച്ച് അവളുടെ അച്ഛൻ അറിയുന്നു. And he makes quarrel with Frank. ഫ്രാങ്കുമായിട്ട് അദ്ദേഹം ഏറ്റുമുട്ടൽ നടത്തുന്നു. കാരണം ഈ എവലിൻ പോയി കഴിഞ്ഞാൽ തൻ്റെ ജീവിതം കട്ടപ്പുകയാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നത് എവലിനാണ്. അങ്ങനെ ഈ ഒരു എവലിനും ഫ്രാങ്കും തമ്മിലുള്ള ഈ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫ്രാങ്കുമായിട്ട് അടിപിടിയിൽ ഏർപ്പെടുന്നു. ആൻഡ് ഹീ ആസ്ക് ഹിം നോട്ട് ടു മീറ്റ് എവലിൻ. അദ്ദേഹം പറയുന്നത്, നീ ഇനി ഒരിക്കലും എവലിനെ കാണാൻ പാടില്ല എന്ന് ഫ്രാങ്കിനോട് പറയുന്നു. ബട്ട് ദേ മെയ്ഡ് സീക്രട്ട് മീറ്റിംഗ്സ്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഇവർ സീക്രട്ട് മീറ്റിംഗ്സ് നടത്തുന്നു. ആൻഡ് ഷീ ഈസ് റെഡി ടു ഗോ വിത്ത് ഫ്രാങ്ക്. അവളും റെഡിയാണ് ഫ്രാങ്കിനോടൊപ്പം, അവനോടൊപ്പം പോവാൻ തയ്യാറാണ്. ആൻഡ് അറ്റ് ദിസ് ടൈം ഷീ റിമെമ്പേഴ്സ് ഹെർ മദർ. അവളുടെ അമ്മയെ ഓർക്കുന്നു. ആൻഡ് ഹെർ പ്രോമിസ് ടു ഹെർ മദർ. അവളുടെ അമ്മയ്ക്ക് അവളുടെ അമ്മയുടെ മരണ സമയത്ത് അവളൊരു വാക്ക് കൊടുത്തിരുന്നു. എന്താണ്? ദാറ്റ് ഷീ വിൽ ലുക്ക് ആഫ്റ്റർ ഹെർ ഫാമിലി ഇൻ എ ഗുഡ് വേ. ഷീ നൗ റിമെമ്പേഴ്സ് ഹെർ വേർഡ്സ് ടു ഹെർ മദർ. തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകൾ അവൾ ഓർക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഷീ തിങ്സ് ഓഫ് ഹെർ ഫാദർ ആൻഡ് ഹിസ് ഗുഡ് നേച്ചർ. തൻ്റെ പിതാവിൻ്റെ നല്ല സ്വഭാവം, പണ്ടിങ്ങനെ ആയിരുന്നില്ല, ആ ഒരു നല്ല കാലഘട്ടവും അവൾ ഓർക്കുന്നു. വൺ ഡേ ഹീ റെഡ് ഹൊറർ സ്റ്റോറീസ് ഫോർ ഹെർ വെൻ ഷീ വാസ് ഇൽ. അവൾക്ക് സുഖമില്ലാതിരുന്ന ഒരു സമയത്ത് അദ്ദേഹം ഹൊറർ സ്റ്റോറീസ് അവൾക്ക് വായിച്ച് കേൾപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിമിലർലി ഹി മേഡ് ടോസ്റ്റ് ഫോർ ഹെർ. അവൾക്ക് വേണ്ടിയിട്ട് ടോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഹെർ ഫാദർ ഓൾസോ എൻ്റർടൈൻഡ് ഹെർ ബൈ വെയറിങ് ഹെർ മദേഴ്സ് ബോണറ്റ് while they went to a picnic in the Hell of Hope. ഹെൽ ഓഫ് ഹോപ്പിൽ ഒരു പിക്നിക്കിന് പോയ സമയത്ത് അമ്മയുടെ തൊപ്പി ധരിച്ച് തന്നെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, തങ്ങളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ബട്ട് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് വൈഫ് ഹി ടേൺഡ് ടോട്ടലി. ഭാര്യയുടെ മരണശേഷമാണ് അദ്ദേഹം തികഞ്ഞ മദ്യപാനിയായി മാറിയത്. അപ്പോൾ അദ്ദേഹത്തെ വിട്ടുപോകാൻ, തൻ്റെ കുടുംബത്തെ വിട്ടുപോകാൻ അവൾക്ക് കഴിയുന്നില്ല. ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് ഓർക്കുന്നു. ആൻഡ് ഷീ സഡൻലി ഹിയേഴ്സ് ദ സൗണ്ട് ഓഫ് എ സ്ട്രീറ്റ് ഓർഗൻ. പെട്ടെന്ന് അവളൊരു സ്ട്രീറ്റ് ഓർഗൻ്റെ സൗണ്ട് കേൾക്കുന്നു. ആൻഡ് ഇറ്റ് റിമൈൻഡ്സ് ഓഫ് ഹർ മദേഴ്സ് ഡെത്ത്. അവളുടെ അമ്മയുടെ ആ ഒരു മരണം
ആ ഓർമ്മകൾ വീണ്ടും അവളിലേക്ക് കൊണ്ടുവന്നു. അവളുടെ അമ്മയുടെ മരണസമയത്തും ഇതേ ഓർഗന്റെ സൗണ്ട് അവൾ കേട്ടിരുന്നു. ആൻഡ് ഹെർ മോംസ് പതറ്റിക് കണ്ടീഷൻ, തൻ്റെ അമ്മയുടെ ആ ഒരു കഷ്ടപ്പാടുകളും അവൾ ഓർക്കുന്നു. ആൻഡ് ഈ സമയത്താണ്, അന്ന് രാത്രിയാണ് അവർ പോവാനായിട്ട് തീരുമാനിക്കുന്നത്. അതായത് ഫ്രാങ്കിനോടൊപ്പം ആ നാട് വിട്ടു പോവാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഷീ ഗോസ് ടു ദ പോർട്ട്, ആ ഒരു തുറമുഖത്തേക്ക് എത്തുന്നു, പോർട്ട് ഇൻ ഡബ്ലിൻ. അവിടേക്ക് എത്തുന്നു. വേറെ ഫ്രാങ്ക് വാസ് വെയിറ്റിംഗ് ഫോർ ഹർ. ഫ്രാങ്ക് അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ പോർട്ടിലേക്ക് അവൾ അവിടെ എത്തുന്നു. സഡൻലി ഹർ മൈൻഡ് ചേഞ്ചസ്. അങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾ അവളുടെ മനസ്സിലുണ്ട്. അവൾക്ക് ഫ്രാങ്കിനോടൊപ്പം പോകണമെന്നുമുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഷീ റിമെമ്പേഴ്സ് ഓർ ഷീ റീകോൾസ് ഹർ റെസ്പോൺസിബിലിറ്റി ടു ദ ഫാമിലി. ആ കുടുംബത്തോടുള്ള ആ ഒരു കടമയും ഓർക്കുന്നു. അതോടൊപ്പം തന്നെ ഫ്രാങ്കിനോടൊപ്പമുള്ള ഒരു നല്ല ജീവിതവും അവൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ വി ക്യാൻ സേ ദാറ്റ് ഷീ ഈസ് ഇൻ ബിറ്റ്വീൻ ദ സീ ആൻഡ് ദ ഡെവിൾ. ചെകുത്താൻ്റെയും കടലിനും നടുക്ക് എത്തപ്പെട്ട ഒരവസ്ഥയാണ്, എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അങ്ങനെയാണ് അവൾ ഫ്രാങ്കിനോടൊപ്പം പോകാൻ തീരുമാനിക്കുന്നു. അറ്റ് ലാസ്റ്റ് ഷീ ഡിസൈഡ്സ് ടു ഗോ വിത്ത് ഫ്രാങ്ക് ആൻഡ് റീച്ച് ദ പോർട്ട് ഇൻ ഡബ്ലിൻ. അവിടെ എത്തിച്ചേരുന്നു. ആൻഡ് ഷീ സീസ് ഫ്രാങ്ക്. അങ്ങനെ ഫ്രാങ്കിനോടൊപ്പം ആ കപ്പലിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്ത് സഡൻലി ഷീ റിമെമ്പേഴ്സ് ഹർ മദർ. പെട്ടെന്ന് അമ്മയെ ഓർക്കുന്നു. കപ്പലിലേക്ക് കയറാൻ തുടങ്ങുന്ന സമയത്താണ് ഷീ റിമെമ്പേഴ്സ് ഹർ മദർ ആൻഡ് ഹർ വേർഡ്സ് ടുവേഴ്സ് ഹർ. അമ്മയ്ക്ക് കൊടുത്ത വാക്കും അമ്മയെയും ഒക്കെ ഓർക്കുന്നു. ആൻഡ് നൗ ഷീ ചേഞ്ചസ് കംപ്ലീറ്റ്ലി ആൻഡ് ഷീ ഈസ് നോട്ട് റെഡി ടു എൻറ്റർ ദ ഷിപ്പ്. ആ കപ്പലിലേക്ക് കയറി ഫ്രാങ്കിനോടൊപ്പം പോകണമെന്ന് തീരുമാനിച്ച് ഉറച്ചു വന്ന ഏവലിൻ ആ ഒരു നിർണായക നിമിഷത്തിൽ കപ്പലിലേക്ക് കയറാൻ തയ്യാറാകുന്നില്ല. അതോടൊപ്പം തന്നെ അവിടെ സ്റ്റേണായിട്ട് നിൽക്കുന്നു. ആൻഡ് ഫ്രാങ്ക് ട്രൈസ് എ ലോട്ട് ടു ഗെറ്റ് ഹർ ഇൻ ദ ഷിപ്പ്. അവളെ ആ ഷിപ്പിനുള്ളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക് ആവുന്നത് ശ്രമിക്കുന്നു. പക്ഷേ അവൾ സ്റ്റേണായിട്ട് നിൽക്കുന്നു. ആൻഡ് ഷീ ഡിസൈഡ്സ് ടു ഗോ ബാക്ക്. അവൾ തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ കപ്പലിലേക്ക് കയറാൻ അവൾ സമ്മതിക്കുന്നില്ല. And the story ends in such a decisive turn that she is not ready to get into the ship and she is not ready to go with Frank. ഫ്രാങ്കിനോടൊപ്പം പോകാത്തതിന് കാരണം ഷീ ഈസ് കോൺഷ്യസ് ഓഫ് ഹിസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടി. അവളുടെ റെസ്പോൺസിബിലിറ്റി, കർത്തവ്യം, അതേപോലെ തന്നെ കടമ, ഇതൊക്കെ ഓർത്തിട്ടാണ് അവൾ ഫ്രാങ്കിനോടൊപ്പം പോകാത്തത്. അങ്ങനെ ഒരു നിർണായക നിമിഷത്തിലാണ് ഈ കഥ അവസാനിക്കുന്നത്. ആൻഡ് ഹിയർ her sufferings can be compared to the sufferings of Ireland under the domination of England. ഇംഗ്ലണ്ടിൻ്റെ ആ ഒരു ഇമ്പീരിയൽ പവറിൽ അയർലൻഡ് അനുഭവിക്കുന്ന പീഡനങ്ങളെ ഈ ഒരു കഷ്ടപ്പാടുകളുമായിട്ട്, എവലിൻ്റെ കഷ്ടപ്പാടുകളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ എവലിനെ കമ്പയർ ചെയ്തത് അയർലൻഡുമായിട്ടും, എവലിൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആ ഒരു ഇമ്പീരിയൽ പവറായിട്ടാണ് കാണിക്കുന്നത്. ആ ഒരു റെപ്രസെൻറ്റേഷൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ചില ക്രിട്ടിക്സ് പറയുന്നത് ഷീ ഈസ് നോട്ട് റെഡി ടു ഗോ വിത്ത് ഫ്രാങ്ക് ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് ലൈഫ്. ഒരു പക്ഷേ തൻ്റെ അമ്മ അനുഭവിച്ച അതേ ജീവിതമാകുമോ തനിക്കും. അതായത് ഫ്രാങ്ക് എന്ന് പറയുന്നത് ഹീസ് എ സെയിലർ. ഈ ഒരു രാജ്യത്തു നിന്നും പോയി കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ നോക്കുമോ, അല്ലെങ്കിൽ ഇതുവരെ കാണിച്ച സ്നേഹം സത്യമാണോ, ആ ഒരു കൺഫ്യൂഷൻ കൊണ്ടായിരിക്കാം ഇവള് പോകാൻ തയ്യാറാകാത്തത് എന്ന ഒരു വിമർശനം വരുന്നുണ്ട്. കാരണം ഇൻ ഹർ നേറ്റീവ് ലാൻഡ് ഷീ ഈസ് സേഫ് ഈവൻ ദോ ദർ ആർ എ ലോട്ട് ഓഫ് സഫറിങ്സ്. ഈ നേറ്റീവ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ പറയും നമ്മുടെ സ്വന്തം നാടല്ലേ, ഒന്നും അല്ലെങ്കിൽ അറിയുന്ന മുഖങ്ങളുണ്ടല്ലോ നമ്മൾ പറയാറുണ്ട്. അതേപോലെ അവളുടെ നേറ്റീവ് പ്രദേശത്ത്, അവളുടെ നേറ്റീവ് ലാൻഡിൽ അവൾ സേഫാണ്. ഇനി ഇയാളോടൊപ്പം പോയി കഴിഞ്ഞാൽ അവളുടെ ജീവിതം എന്താവും, കോഞ്ഞാട്ടയായി മാറുമോ എന്നുള്ള ആ ഒരു പേടി കൊണ്ടാകാം ഒരു പക്ഷേ അവൾ ആ ഒരു യാത്രയ്ക്ക് തയ്യാറാകാഞ്ഞത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇത്രയുമാണ് ഈ സ്റ്റോറി. ഫോർത്ത് സെം അപ്രീഷിയേറ്റിംഗ് ഫിക്ഷൻ എന്ന പേപ്പറിലുള്ള സ്റ്റോറിയാണിത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.